നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. അടുക്കള എത്തുമ്പോൾ നമുക്ക് എന്നും ഒരു എക്സൈറ്റ്മെന്റ് ആണ് അല്ലേ? What is happening everyone? I'm Karthik Krishnan. Welcome back to the channel and with me is Gopika Dane and Shambu. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത് ഭക്ഷണ സാധനങ്ങളാണ് അല്ലേ? ചിക്കൻ, അതെ, നോൺ വെജ് ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് വൺ വെറൈറ്റി ആയിട്ട്, ഇന്നിപ്പോൾ ഒരു ഉഷ്ണകാലം പോലും അല്ല, ഇപ്പോൾ എന്താണ് മൺസൂൺ സീസൺ ആണ്. എന്നാൽ കൂടി ഏത് സീസണിലും നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാനീയങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇന്ന് ഫുൾ ഷേക്കാണ്, മനസ്സിലായില്ലേ? ഫുൾ ഷേക്കാണ് ഇന്ന്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് 3 സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞോളൂ. ഒരു ബൂസ്റ്റ് കുലുക്കി സർബത്ത്, യെസ്, പിന്നെ ഒരു ഒറിയോ ഷേക്ക്, ഓക്കെ, പിന്നെ ഒരു എന്താ പറയാ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയ ബനാന ഡേറ്റ്സ്. ഇതൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നന്നാവൂലായിരുന്നു. ഉണ്ടാക്കി കഴിച്ചേക്കാം. നീ നന്നാവില്ല എന്തൊക്കെ കഴിച്ചാലും. ഹെൽത്തി ഡ്രിങ്ക് ആയ ബനാന ഡേറ്റ്സ് ഷേക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളും എക്സൈറ്റഡ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ശംഭു എക്സൈറ്റഡ് അല്ലേ? പിന്നെ നീ റെഡിയാണോ? കഴിച്ചിട്ടാണ് ഹെൽത്തി ആണല്ലേ എനിക്ക് നോക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണ്? ബൂസ്റ്റ് കുലിക്ക് തന്നെ ഒരു ഇത്തിരി എനർജി ആയിക്കോട്ടെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അപ്പോൾ ബൂസ്റ്റ് കുലിക്കയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ബൂസ്റ്റ് കുലിക്ക് വേണ്ടത്? വെറും എത്ര സാധനങ്ങൾ? ബൂസ്റ്റ് വേണം, പിന്നെ പാല് വേണം, എന്തായാലും നല്ല ഫ്രീസായ പാല് വേണം, അതെ, പിന്നെ നറുനീണ്ടി സർബത്ത്, പിന്നെ ബൂസ്റ്റ് വേണം. ബൂസ്റ്റ് അതല്ലേ ആദ്യം പറഞ്ഞത്? 2 ബൂസ്റ്റ് അല്ല, സോറി. പാല്, ബൂസ്റ്റ്, നറുനീണ്ടി സർബത്ത്, പിന്നെ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ പഞ്ചസാര വേണ്ടേ? പഞ്ചസാര വേണ്ടേ? പഞ്ചാര സർബത്ത് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് പഞ്ചാരയുടെ ആവശ്യമില്ല. അതിന് മധുരം നല്ലോണം ഉണ്ടാവും. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ സമയങ്ങളെന്താ, നേരെ വർഷോപ്പല്ല അടുക്കളയിൽ നമുക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാം. പാല് ശരിക്കും നല്ല ഫ്രീസായ പാലാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ വാങ്ങിയത് കുറച്ച് ലേറ്റ് ആയിരുന്നു, അതാണ് കുറച്ചും കൂടി ഫ്രീസ് ആകാനുണ്ട്. ഒട്ടും ഫ്രീസ് ആയിട്ടില്ല, എന്നാലും നല്ല തണുപ്പുണ്ട്. അത് പോരാ, എന്നാലും നല്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലഫി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രീസായ പാല് വേണം. തെറ്റിക്കരുത്, ഞാൻ തലവഴി കോരി കഴിക്കും. അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? സർബത്ത് കഴിക്കണം. സർബത്ത് എന്തിലേക്ക് ഒഴിക്കും? ഈ പാലിലേക്ക്. പാലിപ്പോ നമ്മൾ മിക്സിയിലിട്ട് വെച്ചേക്കണേ, ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ സർബത്ത് ഒഴിക്കാൻ പോകണം. ഒഴിച്ചോളൂ. അപ്പൊ സർബത്ത് ചേർത്തു. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് മെയിൻ ഇൻഗ്രീഡിയന്റ്, അതായത് ബൂസ്റ്റ് കുലിക്കാണ്. വിജയത്തിന്റെ സേനാനി. നാട്ടുകാരെ കൂടി വരട്ടെ. ഞാൻ ഫസ്റ്റ് കുടിക്കും. ശരി കേട്ടോ, വെറുതെ ബൂസ്റ്റൊക്കെ വെറുതെ തിന്നണ പ്രത്യേക രസമല്ല. അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഇതിപ്പോ ഒരു 2.5 സ്പൂണേ ഉള്ളൂ. വേണ്ടി വരും. അതാ നമ്മൾ കടയിൽ പോയി ഇതുണ്ടല്ലേ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സാഷെ ബൂസ്റ്റ് അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് നൈസായിട്ട് കൊണ്ടുവന്നു. ഇനി ഒരെണ്ണോടി പൊട്ടിച്ചിടാം അല്ലേ? ഫുള്ളിട്ടില്ലെങ്കിൽ പകുതി ഇടാം. ഓക്കെ, അപ്പൊ ബാക്കി പകുതി എനിക്ക് കമോണ്ടാ. അത് നേരത്തെ പറയാൻ വിട്ടുപോയി. ഇപ്പം നമ്മളിത് മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. മറ്റേ ഷേക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തിട്ട് തന്നെ ഷേക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് ഈ സംഭവങ്ങളൊക്കെ ഷേക്കറിൽ ഇട്ടിട്ട് ഈ സർബത്തൊക്കെ ഒഴിച്ച് ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ടിട്ട് നല്ലോണം ഷേക്ക് ചെയ്യുക. പിന്നെ കുറച്ച് ബേസിക് സീഡ്സ്, അതായത് കസ്കസ്, ആ സംഭവം കൂടി ഇട്ടിട്ട് അതിൽ ഒരുമിച്ച് ഷേക്ക് ചെയ്തിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാം. ഇതിൽ നമ്മൾ കസ്കസ് ഇട്ടിട്ടില്ല, അടിച്ചെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡെക്കറേഷനായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്റെ സ്വന്തം മിക്സ് ചെയ്ത കാരണം എനിക്ക് പേടിയില്ല. ഇല്ല, അടിക്കരുത്. കണ്ണുമൊക്കെ ഉണ്ടായ ഭാഗ്യം. ബൂസ്റ്റിന്റെ ആൾക്കാരെ ഏതാണ് നമ്മൾ കുറച്ചുകൂടി ബൂസ്റ്റ് ഇടുകയാണ്. അപ്പൊ കുറച്ചുകൂടി നമ്മൾ ഇട്ട് അപ്പൊ 2 പാക്കറ്റ് ഇനി ഇടണോ? വേണം, ഇടാം. നല്ല ടേസ്റ്റി അല്ലേ? പകുതി മുക്കാലും അവൻ കഴിച്ചു തീർത്തു. അപ്പൊ നമ്മൾ മിക്സി അടിച്ച് ഒരു വിധത്തിൽ സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമ്മളത് തുറക്കാൻ പോകണത്. ഇങ്ങോട്ട് പൊക്കി കാണിച്ചിട്ട് തുറന്നോ. പൊക്കി കാണിച്ചോളൂ. അല്ല, തുറക്കണത് ഇതിൽ കാണണം. തുറക്ക്.
കണ്ടോ നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്താണ് ചെയ്യാനുള്ളത്? ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, പിന്നെ ഒന്ന് ബൂസ്റ്റ് ഒക്കെ നല്ല പൊക്കത്തൊക്കെ ഇട്ട് കുറച്ച് ബേസിൽ സീഡൊക്കെ ഇട്ട്. ബേസിൽ ലീവ്സാ കസ്കസ് ആ സംഭവം മറ്റേ ആ ബൂസ്റ്റ് ഒക്കെ കുറച്ച് കുടിച്ചു. ബൂസ്റ്റ് വേണമെങ്കിൽ നല്ലോണം ഇട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ. അപ്പൊ നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കം ഓൺ. കസ്കസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയായിരിക്കും, ഇത് ഇങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെയാവും. ആ സംഭവം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഡെക്കറേഷന് വേണ്ടിയിട്ട്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബൂസ്റ്റ് കുലിക്ക് ഉണ്ടാക്കി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശംഭു സാധനം എന്തിയെ? ഇതല്ലടാ. അങ്ങനെ നമ്മൾ ബൂസ്റ്റ് കുലിക്ക് സർബത്ത് ഉണ്ടാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു ഓറിയോ ഷേക്ക്. ഓറിയോ ഷേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഓറിയോ ഷേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്ന വിധം പറഞ്ഞോളൂ. വേണ്ടത് പറഞ്ഞോളൂ. ഓറിയോ എന്ന് മാത്രം പറയരുത്. ഇത് തന്നെ വേണം. പിന്നെ നമ്മൾക്ക് കുറച്ച് പിന്നെ ചോക്ലേറ്റ് മയോണെന്ന്. ചോക്ലേറ്റ് മയോ. യെസ്. പിന്നെ നല്ല എനർജി ആവട്ടെ. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വാനില ഐസ്ക്രീം. അപ്പൊ ഇത്ര സാധനങ്ങളെ നമുക്ക് വീട്ടിൽ ഓറിയോ ഷേക്ക് ഉണ്ടാക്കാം, റെഡിയാക്കാം. അപ്പൊ ആദ്യത്തെ പ്രോസസ് എന്താണ്? ആദ്യം നമ്മൾ ഇത് ഇങ്ങനെ ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ പറയാം. രണ്ടാക്കിയിട്ട് ക്രീം നമ്മളിങ്ങനെ നക്കും, അതല്ലേ? അല്ല, ഞാൻ ക്രീം ബിസ്ക്കറ്റ് കിട്ടിയാൽ ഞാൻ അതാ ചെയ്യാറ്, നിങ്ങളതാണോ ചെയ്യാറ്? കമന്റ് ചെയ്യും. അല്ല, ഇത് രണ്ടാക്കിയിട്ട് നമ്മൾ ക്രീം ഇല്ലാത്ത ഭാഗം ഒന്ന് 3-4 എടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം, അതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ക്രീമുള്ള ഭാഗം വേറെ കുറച്ച് ബിസ്ക്കറ്റും കൂടി ചേർത്ത് അടിച്ചെടുത്തിട്ട് പിന്നെ അതോട് പാല്, പിന്നെ ഡയറി മിൽക്ക് നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുക്കും. കാരണം ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് അടിയില്ല. അപ്പോൾ നമുക്ക് അത് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം. പിന്നെ കണ്ടൻസ് മിൽക്ക് ഡയറി മിൽക്ക് കണ്ടിട്ടാണ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നു ഓറിയോ ഷേക്കിലേക്ക്. കം ഓൺ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മള് 2 പഴം കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിട്ട്. നോക്കാം. അവന് ഒരു വലിയ പഴം എടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡബിൾ ബോയിൽ എന്ന് പറയുന്ന സംഭവമാണ്. അതെങ്ങനെയാണ്? ഇതില്ലാന്ന് ഇത് ഇത്തിരി ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഇത് ഇതാണെങ്കിൽ ഇത് ഇത്തിരി കൂടി ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നണെങ്കിൽ ഇപ്പൊ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് കിട്ടുമല്ലോ, അത് ചേർത്താൽ മതി. അല്ലെങ്കിൽ മറ്റേ ഡ്രിങ്കിങ് ചോക്ലേറ്റ്, ആ സംഭവങ്ങൾ, ഐ ലവ് ചോക്ലേറ്റ് സിറപ്പ്, ആ സംഭവങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ നമ്മള് അതില്ലാത്ത അയ്യോ എന്തോ ചേട്ടൻ ആദ്യം വെള്ളം പാത്രത്തിലിട്ട് തിളപ്പിച്ചിട്ട് വേറെ പാത്രത്തിൽ മിഠായി ഉണ്ടാക്കി ഇറക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ അത് ആയിക്കോളും അല്ലേ? പൊട്ടിത്തെറിയ നിമിഷം അപ്പോൾ ശംഭുവിടെ ഓറിയോനെ ട്വിസ്റ്റ് ചെയ്ത് ക്രീമുള്ള ഭാഗം ഒരു സ്ഥലത്തും ക്രീമില്ലാത്ത ഭാഗം അങ്ങോട്ടും ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞ് ക്രീമുള്ള ഭാഗം ഇങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടമാണത്. ഇതിനെന്താ ചെയ്യാൻ പോണത്? ചെറുതായിട്ട് പൊടിക്കുക, അതായത് ക്രീമില്ലാത്ത ഭാഗം എടുത്തിട്ട് ചെറുതായിട്ട് പൊടിച്ച് നമുക്ക് മാറ്റി വെക്കാം അല്ലേ? കമോൺ. എന്തൊരു ശബ്ദം കേട്ടതല്ല, ഓവറായിട്ട് അടിച്ചതാ. അപ്പോ പൊടിയല്ലേ, ബിസ്ക്കറ്റ് പൊടിയല്ലേ. ഓക്കെ, അപ്പൊ അത് നമുക്ക് മാറ്റി വെക്കാം.
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഷേക്ക് ആക്കാം. ബാക്കി നമ്മളിത് ഇവിടെ ക്രീം അടക്കം എടുത്തു വെച്ചേക്കുന്ന സാധനമാണിത്. ഇത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ബാക്കി എന്തൊക്കെ ഇതിലേക്ക് ഇടുന്നു? ആ പറഞ്ഞോളൂ, നയിട്ടോളൂ. വരുമ്പോ എല്ലാം ഉണ്ടായാൽ മതിയായിരുന്നു. ആ ഇത്ര മതി. ഇത് വേണ്ടേ? യെസ്. അങ്ങനെ എനിക്ക് ഒരു ഓറിയോ കഴിക്കാൻ കിട്ടിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ എടുക്കാം. എന്റെ കൊതിയുണ്ടതില് ഈ ഷേക്ക് കുടിക്കാൻ. ഇനി എന്തിടാമോ? ഇനി പഴമിട്ട് കഴിഞ്ഞപ്പോ ഇത് ഓറിയോ ഷാർജ ഷേക്ക് ആവൂലേ? കുറച്ച് കട്ടി വേണം. കട്ടിക്കായിട്ടാണ് നമ്മൾ പഴം ഇടുന്നത്. ഞങ്ങളുടെ സ്പെഷ്യൽ കരിമക്കാട്, വലിയ കുളം കരിമക്കാട്. നേരത്തെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത നമ്മുടെ ഡയറി മിൽക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി കണ്ടൻസ് മിൽക്ക്. ഇത് മധുരം കൊണ്ട് നമുക്ക് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഐസ്ക്രീം നമുക്ക് ലാസ്റ്റ് ഇടാം. ഇതാദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ടിടാം. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട്. പാലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇത് അടിഞ്ഞു കഴിഞ്ഞിട്ട് ചേർക്കാം. കുറച്ച് എല്ലാം കൂടി അല്ല, കുറച്ച് ചേർക്കുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ എന്തായിരുന്ന 1/2 ലിറ്റർ പാലും കൂടി ചേർത്തു. കുറച്ചായിട്ട് നമ്മൾ അങ്ങനെ ചേർത്താൽ മതി. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഐസ്ക്രീം. ഇത് വാനില ഫ്ലേവർ ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ഐറ്റമായ സ്വാദിഷ്ടമായ ഓറിയോ ഷേക്കും തയ്യാറാക്കി മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ ഷേക്കിലേക്ക് കടക്കുകയാണ്. എന്തായിരുന്നത്? ബനാന ഡേറ്റ്സ്. ബനാന ഡേറ്റ്സ് ഷേക്ക്. ഹെൽത്തി, കരളിനെ ഉത്തേജിപ്പിക്കുന്ന. അല്ല, അത് സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ഈ സംഭവം അടിച്ചു കഴിഞ്ഞാൽ നമ്മള് വേറെ ഫുഡൊന്നും കഴിക്കണം. വേറെ ഒന്നും അടിക്കണ്ട. ഇത് ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയാണ്. ബനാന ഡേറ്റ്സ് മിൽക്ക്, ഇത് തന്നെയല്ലേ ഉള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ? അത് വെച്ചുള്ള ആ ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ഏത്തപ്പഴം എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ അതിന്റെ നല്ല പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലത്. കുറച്ചും കൂടെ പഴുക്കാണ്ടത്. വേറെ പഴമൊന്നും കിട്ടുന്നില്ല. ഇന്ന് എല്ലാ കടകളിലും അടച്ചിട്ടേക്കും ഇവിടെ. അപ്പൊ നമ്മൾ പഴം ഇട്ട് കഴിഞ്ഞു. ഇനി വേണ്ടത് ഡേറ്റ്സ് ആണ്. അപ്പൊ ഡേറ്റ്സ് നമ്മള് നേരത്തെ പറഞ്ഞില്ല അല്ലെ? ഡേറ്റ്സ് നേരത്തെ കുറച്ച് പാല് ചൂടാക്കിയിട്ട് അതില് ഡേറ്റ്സ് ഇട്ട് വെച്ചു. കുറച്ചധികം നേരം വെച്ചു. അപ്പൊ അത് അതിനകത്ത് കിടന്നൊന്ന് മെൽറ്റായി നല്ലൊരു ഇത് ഇങ്ങനെ ആയി കിട്ടും. ഡേറ്റ്സ് ഒക്കെ അതിന്റെ അകത്ത് കിടന്ന് ഒന്ന് മെൽറ്റായി നല്ലൊരു ഇത് കിട്ടും. ചൂട് പാലായിരുന്നു, ഇപ്പൊ തണുത്തല്ലോ. തണുത്തു, കുഴപ്പമില്ല. അത് കുറച്ചു നേരമായി നമ്മൾ ഇട്ട് വെച്ചേക്കുന്നു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒഴിച്ചോ ചേട്ടാ. കരിനാക്ക് വളർത്തൊന്നും പറയണ്ടിരി, എങ്ങനെയെങ്കിലും സെറ്റ് ആക്കി എടുക്കാം. ഇനി എന്താണ്? നേരത്തെ കുറച്ച് ചോക്ലേറ്റ് ബാക്കി നമുക്ക് ആഡ് ചെയ്യാം. ഇതേപോലെ ബാക്കി വരുന്ന എന്തും നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് എന്ത് ഇടാവുന്നതാണ്. ഇന്നത്തെ മനോധർമ്മം ഇതാണ്. ഞാൻ സാധാരണ ചേർക്കാറില്ല. അപ്പൊ ഇതിപ്പോ ബനാന ഡേറ്റ്സ് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. അപ്പൊ അടിക്കാം. ഇതാദ്യം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിനി മിൽക്ക് ആഡ് ചെയ്യുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്തത്. അത് ജസ്റ്റ് ഒരു സ്പൂൺ, ജസ്റ്റ് ഒരു മധുരത്തിന്. ഇത് ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതെ, അടിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. സ്മെല്ല് വരുന്നില്ല ബനാനയുടെ. ഡേറ്റ്സ് എത്ര എണ്ണം ഇട്ടെന്ന് നമ്മൾ അറിയില്ല. ഞാനിതിനകത്തിപ്പോൾ ഒരു 7-8 ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബനാനയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ആഡ് ചെയ്യാം. എടുക്ക്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഒരു വെറൈറ്റി ടേസ്റ്റിംഗ് സെഷനിലേക്ക് കടക്കുകയാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇതെന്താ അങ്ങോട്ട് നീക്കി വെക്കണം കൊണ്ടത്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സാധനം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും എല്ലാം ഏകദേശം ഒരേ കളർ പോലെ തന്നെയാണ്. എന്നാലും ഇത് ഡാർക്ക്, അത് മിഡില്, ഇത് ഏറ്റവും ലൈറ്റ്. ഓ, അങ്ങനെയാണോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഡെക്കറേഷനിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
ഓരോന്നായിട്ട് കുടിച്ചു നോക്കാം അല്ലേ? ഓരോന്നായിട്ട് കുടിച്ചു നോക്കാം. മൂന്നെണ്ണം കൂടി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഇത് കൂടി മിക്സ് ആയി പോകും. അപ്പൊ ആദ്യം നമ്മൾ ഞാൻ കുടിക്കട്ടെ ആദ്യം. ഉണ്ടാക്കിയാണോടെ ആക്രാന്തം കുടിക്കണേ. ഞാൻ കുടിച്ചു നോക്കാം. മുകളില് ബൂസ്റ്റ് ഇട്ടാ നന്നായി. അടിപൊളി കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഫുഡിന്റെ കാര്യം ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഇതാ കസ്കസും ആ മുകളിലത്തെ ബൂസ്റ്റും എല്ലാം കൂടി ഒന്ന് അല്ലേ കടിക്കാൻ കിട്ടണല്ലേ. ഓക്കെ, അടുത്തതായി നമ്മൾ അടുത്തതായി നമ്മൾ രണ്ടാമതുണ്ടാക്കിയ അതിമനോഹരമായ ഓറിയോ ഷേക്ക്. കാഡ്ബറി മുഴുവനും എൻ്റെ അടുത്ത് പോയി. മുകളില് കാഡ്ബറി ഇടന്നിട്ട് എനിക്ക് ആ താഴേക്ക് ഇറങ്ങാൻ പറ്റാണോ? പഴത്തിന്റെ ടേസ്റ്റ് ഒത്തിരി മുമ്പിൽ പോയാന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. പഴം ഞാൻ വെറുതെ ഇട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അതെ, വേണമെങ്കിൽ പഴം ഓപ്ഷനാണ്. പഴം വേണമെങ്കിൽ ഒഴിവാക്കാം. അതായത് അപ്പൊ ആ പ്യുവർ മറ്റേ ഓറിയോന്റെ ഇത് കിട്ടും. ഇതിപ്പോ ആ പഴത്തിന്റെ ഒരു ഫ്ലേവർ വേണമെങ്കിൽ പഴം കുറയ്ക്കാം, ഒരെണ്ണമൊക്കെ ഇട്ടാലും മതി. എന്നാ പിന്നെ അത്ര ഇട്ടാ പോരായിരുന്നോ? ഞാൻ വെറുതെ ഒരു ഇതിന് കിടന്നോ ആ ഡയറി മിൽക്ക് കംപ്ലീറ്റ് കഴിച്ച് അതേപോലെ. ഓക്കെ, ഇനി ഏറ്റവും ഇന്നത്തെ ഹെൽത്തി ഡ്രിങ്ക് ആയ ബനാന ഡേറ്റ്സ് ഷേക്ക്. മോള് 2 ചെറിയ കിട്ടായിരുന്നു. അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. എനിക്കും ഇഷ്ടം. സൂപ്പർ സാധനം. ആ ഡേറ്റ്സിന്റെ ബനാനയുടെ എല്ലാം കൂടി നല്ലൊരു കറക്റ്റ് സങ്കലനമായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക. എന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാൻ. ബൈ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ എല്ലാ ബിഹൈൻഡ് ദ സീൻസ് സ്റ്റോറീസ് നമ്മളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ അതിമനോഹരമായ ഷേക്ക് വീഡിയോയിൽ നിന്ന് ഞങ്ങൾ സൈൻ ഔട്ട് ചെയ്യണമല്ലോ. ശംഭു സൈൻ ഔട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ഹംബിൾ മ്യൂസിഷ്യൻ വ്ളോഗ്സ്. ഇവിടെ എന്തും പോവും. I'll see you in my next video. Until then, take care. Bye. അങ്ങനെ നമ്മൾ ബൂസ്റ്റ് കുലുക്കി സർബത്ത് ഉണ്ടാക്കി ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം വച്ചെടുത്ത് നാട്ടുകാരെ കൂട്ടരുത്. ഇങ്ങനെയാണോ ഞാൻ നിന്നോട് അറിയാൻ പറഞ്ഞത്? എന്റെ കയ്യിലോട്ട്